ഇന്ന് നമ്മൾ എത്തി നിൽക്കുന്നത് കോതമംഗലത്തിന്റെ അടുത്തുള്ള പെരുമണ്ണൂർ എന്നൊരു സ്ഥലത്താണ്. അപ്പോൾ ഞാനിന്നൊരു ചെറിയൊരു ഫാം വിസിറ്റാണ് നടത്താൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് നമുക്ക് കാണാം. അപ്പോൾ ആദ്യം തന്നെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് നമ്മുടെ ബ്രഹ്മ എന്ന് പറഞ്ഞ കോഴിയാണ്. നമ്മുടെ സാധാ നോർമൽ ബ്രഹ്മയാണ്. ഇതിന് ഏകദേശം ഒരു 5 കിലോ തൊട്ട് 8 കിലോ വരെയും തൂക്കം വയ്ക്കുന്നതാണ്. അമേരിക്കയാണ് അപ്പോൾ ഇതിൻ്റെ സ്വദേശം. അപ്പോൾ നമ്മുടെ അമേരിക്കയിൽ ഇതിനെ ഇറച്ചിക്കായിട്ടായിരുന്നു യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം ഇതിന് ഓൾമോസ്റ്റ് ഒരു 8 കിലോത്തോളം തൂക്കം വെക്കുന്ന കോഴിയാണ്. അപ്പോൾ അവിടെ ഇറച്ചി മെയിനായിട്ട് ഇറച്ചിക്കാണ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിങ്ങോട്ട് വന്നാണ് ഇതിന് അലങ്കാര കോഴിയായി മാറിയത്. അപ്പോൾ ഇതെന്താണ് ഐറ്റം? അപ്പോൾ ഇത് നന്നായിട്ട് കുട്ടികളെ നോക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു അതുകൊണ്ട് ഇത് മാത്രമാണല്ലോ നിർത്തിയേക്കുന്നത്. പിന്നെ കിങ് എന്ന് പറഞ്ഞ വേറെ പ്രാവുകളുണ്ട്. അതുപോലെ ഭയങ്കര നല്ല ഇണക്കമാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ വെച്ചിട്ട് പോലും വലിയ ശരിയാണ്. ഇത് ഞാൻ കയ്യിലെടുക്കാം. ഇതിന് തനി നാടൻ കോഴിയാണ്. പണ്ട് കാലത്ത് നമ്മുടെ ഉണ്ടായിരുന്ന 60-ാം കോഴി എന്നൊക്കെ പറയുന്ന നാടൻ കോഴിയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു ഐറ്റം ഇതാണെന്ന് തോന്നുന്നു അല്ലേ? അതെ അതെ, ഏറ്റവും കൂടുതൽ ആവശ്യക്കാർ കുഞ്ഞുങ്ങളെ അന്വേഷിച്ച് വരുന്നതിനാണ്. ഇതിനു വേണ്ടിയാണല്ലോ. നമുക്ക് ഏതൊരാൾക്ക് ഈസി ആയിട്ട് വളർത്താൻ നല്ലൊരു വരുമാനം കിട്ടാൻ പറ്റിയ ഒരു മാർഗ്ഗമാണ് തനി നാടൻ കോഴി വളർത്താൻ. തുറന്നിട്ട് ഇത് കൂടെ നടന്നോളേ പോകില്ലല്ലോ. തുറന്നു വൈകുന്നേരം ആകുമ്പോൾ അഴിച്ചു വിടാൻ ഒരു 1 മണിക്കൂറെങ്കിലും സമയം അഴിച്ചു വിടും. ഇല്ലാന്ന് പറയാൻ പറ്റില്ല. കുഞ്ഞുങ്ങൾ ഇതിനകത്ത് ഒരു 10-50 കുഞ്ഞുങ്ങളുണ്ടായിരുന്നതാണ്. അത് ഇത്രയും കുട്ടികളുള്ളൂ. ഇതിൽ ഫെസന്റിന്റെ കുഞ്ഞുങ്ങളുണ്ട്, നാടൻ കോഴിയുടെ ഉണ്ട്. ഇതിപ്പോ ഇവിടെ തന്നെ നമ്മൾ മുട്ട വിരിച്ചെടുക്കുന്നുണ്ടല്ലേ? അതെ അതെ, മുട്ട വിരിഞ്ഞുണ്ടായ കുഞ്ഞുങ്ങളാണ്. അതിൻ്റെ അകത്ത് ഫെസന്റിന്റെ കുഞ്ഞുങ്ങളുണ്ട്, ബ്രഹ്മയുടെ കുഞ്ഞുങ്ങളുണ്ട്, തനി നാടൻ കോഴിയുടെ പല പ്രായത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ട്. ഇവര് ഒരു 50-60 കുഞ്ഞുങ്ങളുണ്ടായിരുന്നതാണ്. അപ്പോൾ സെയിലായി പോയതാണ്. അത് ഇറങ്ങുമ്പോൾ തന്നെ ആളുകൾ വന്ന് മേടിച്ചിട്ട് അത്യാവശ്യം ആൾക്കാരുണ്ടല്ലേ? ഇഷ്ടം പോലെ ആളുകളുണ്ട് മേടിക്കാനായിട്ട്. ഇത് കിങ് എന്ന് പറഞ്ഞ പ്രാവാണ്. ഇത് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള കിങ്ങാണ്. ഇതിപ്പോൾ കയ്യിലിരിക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ നല്ല സ്റ്റാൻഡിങ്ങിൽ നിന്ന് കഴിഞ്ഞാൽ കറക്റ്റ് നല്ല യു ഷേപ്പിൽ നിൽക്കും. ഇത് ബംഗ്ലാദേശ് റിംഗ് ബേഡാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അതിൻ്റെ കണ്ണിന് ചെറിയൊരു പ്രശ്നമുണ്ട്. അതിൻ്റെ ഒരു ട്രീറ്റ്മെൻറ്റിനായിട്ട് പുള്ളിക്ക് നോക്കാൻ ടൈമില്ലാത്തതുകൊണ്ട് കൊണ്ടുവന്നതാണ്. കണ്ണിന് ചെറിയൊരു തിമിരമുണ്ട്. അപ്പോൾ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാഴ്ചയുണ്ട്, എന്നാലും കുറച്ച് നമുക്ക് നോക്കിയത് അതിന്റെ കാലിൽ റിംഗിൽ കിടക്കുന്നുണ്ടല്ലേ? ബംഗ്ലാദേശിന്റെ ബീഡി. ഓക്കെ. കാരണം ഓരോ നമ്മൾ വലിയ ബ്രീഡേഴ്സൊക്കെ അതിന് വേണ്ടിയിട്ടാണ് റിംഗ് ഇടുന്നത്. അപ്പോൾ അതിൻ്റെ ഇയർ കാര്യങ്ങളെല്ലാം ഈ റിങ്ങിൻ്റെ വെച്ച് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് റിംഗ് ഇടുന്നത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പൊ ഇത് കൊനൂറിന്റെ കുട്ടികളാണ്. അപ്പൊ ഇതൊന്ന് ഇപ്പൊ ഏകദേശം എത്ര മാസം പ്രായമുണ്ട് ഇതിന്? 1 മാസത്തിൽ താഴെ പ്രായം. 1 മാസത്തിൽ താഴെ പ്രായമുള്ളൂ. അപ്പൊ ഇതിനെ പല സ്ഥലങ്ങളിൽ നിന്ന് എടുത്തിട്ട് ഇതിനെ ഹാൻഡ് ഫീഡ് ചെയ്ത് വലുതാക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? അങ്ങനെയല്ലേ ഇതിന്റെ? അപ്പൊ ഇതിന്റെ ഫീഡിങ്ങിന്റെ ടൈം ആയിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? 4 മണിക്ക് കറക്റ്റ് ഫീഡ് ചെയ്യും. ഒരു ദിവസം 4 നേരം ഫീഡ് ചെയ്യണം. 4 നേരം ഫീഡ് ചെയ്യണം അല്ലേ? ഓക്കെ. പിന്നെ ഓരോന്നിന് 20 ml. നമുക്കത് കഴുത്തെ പിടിച്ച് നോക്കുമ്പോൾ അറിയാൻ പറ്റൂലേ? ഫുള്ള് ടൈറ്റ് ആവാൻ പാടില്ല. ഒരു ലൂസ് ഇട്ട് കൊടുക്കണം. അതുകൊണ്ട് അവരിങ്ങനെ ഷെയ്ക്ക് ചെയ്ത് മേടിച്ച് കുടിക്കണം. അല്ല, സിറിഞ്ച് വായിൽ നിന്ന് മാറിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിപ്പോൾ എനിക്ക് തോന്നുന്നു മിക്സ് ആവുമെന്ന് കൊടുക്കാത്തത്. അത് കുഴപ്പമില്ല, നമുക്ക് അറിയാൻ പറ്റും. ആണല്ലേ?
നമ്മളെല്ലാത്തിനെയും കറക്റ്റ് കഴിച്ച് നിറഞ്ഞ് അങ്ങനെയൊക്കെ നോക്കിയ ശേഷം സിറിഞ്ച് കഴിഞ്ഞ് പോകാതിരിക്കാൻ. നമ്മൾ ഈ ഫുഡ് കൊടുക്കുന്നതാണ് നമ്മളുമായിട്ട് ഇണങ്ങാനുള്ള ഇവരുടെ ഒരു മാർഗം. ഞാൻ ഈ ചെറുപ്രായത്തിൽ നല്ല ഇനം കൂടിയ ഹാൻഡ് ഫീഡാണ് കൊടുക്കുന്നത്. ഇതിനിപ്പോൾ ഒരു 1/2 കിലോയ്ക്ക് ഒരു 1000 രൂപയോളം വില വരും. ഇപ്പോൾ ഡെയിലി നേച്ചർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അല്ലെങ്കിൽ A19 ആണ് കൊടുക്കാറ് ആദ്യം. ഇപ്പോൾ 4 നേരം ഫീഡ് ചെയ്യും. അതിനുശേഷം കുറച്ചുകൂടെ കഴിഞ്ഞ് കഴിയുമ്പോൾ അത് 3 നേരം ആക്കും, പിന്നെ 2 നേരം ആക്കും. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ആപ്പിൾ അങ്ങനെയുള്ള ചെറിയ ഫുഡുകൾ കൊടുത്ത് പഠിപ്പിക്കും. അപ്പോൾ ചെറുപ്പത്തിലെ തൊട്ട് നല്ല ക്വാളിറ്റി ഫുഡ് കൊടുത്ത് ചെറുപ്പത്തിൽ നമ്മൾ കൊടുക്കുന്ന ഫുഡാണ് അതിൻ്റെ ബ്രീഡിങ് അതിൻ്റെ ആയുസ് എല്ലാം നിർണ്ണയിക്കുന്നത്. നമുക്കിതിൽ വേണമെങ്കിൽ ഇതിൻ്റെ പകുതി വിലയുള്ള ഫുഡ് വേണമെങ്കിൽ കൊടുക്കാം. സാധാരണ എല്ലാവരും ഇവർക്ക് അത്രയും ക്വാളിറ്റി കൂടിയ ഫുഡ് കൊടുക്കാറില്ല, വലിയ ടൈപ്പ് കൊനിയൂറുകൾക്ക് കൊടുക്കാറുള്ളൂ. ഇത് പൊതുവെ ഏറ്റവും വില കുറഞ്ഞ ടൈപ്പ് കൊനിയൂറുകളാണ്. ഗ്രീൻ ചിക്ക്, പൈനാപ്പിൾ എന്നൊക്കെ പറയും. പൈനാപ്പിൾ കൊനിയൂറൊക്കെ ഉണ്ടല്ലോ. ഇത് പൈനാപ്പിളാണ് ഈ പച്ച കളർ വരുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ മെയിൻ ഐറ്റമാണ് ഗൂസ്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് കാര്യങ്ങൾ, അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ഇതിപ്പോൾ വൈറ്റ് ഗൂസാണ്. ഗൂസ് 2 കളറിലുണ്ട്, ഒന്ന് ഗ്രേ കളറ് പിന്നെ വൈറ്റ്. അപ്പോൾ നമ്മുടെ ഈ താറാവും ഇതും തമ്മിൽ അത് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ എന്താ അതിൻ്റെ കുറച്ച് ഡിഫറൻസ് പറയാമോ? മെയിനായിട്ട് ഇതിൻ്റെ വലിപ്പമാണ്. താറാവിനേക്കാളും നല്ല ഹൈറ്റ് ഉള്ളതാണ് ഇവർ. പിന്നെ ഇവർ എഗ്ഗ് ചെയ്യുന്നത് വർഷത്തിൽ 12 എഗ്ഗാണ് മാക്സിമം ചെയ്യുന്നത്. പിന്നെ വളരെ വൃത്തിയുള്ളൊരു ജീവിയാണ്. മെയിനായിട്ട് ഇവരുടെ ഒരു ദിവസത്തിൽ മെയിൻ പരിപാടി എന്ന് വെച്ചാൽ തുളി അങ്ങനെയുള്ള കാര്യങ്ങൾ. നല്ല വൈറ്റ് ആയിട്ടിരിക്കും. കുറച്ചുകൂടി വൃത്തിയുള്ള സാഹചര്യങ്ങൾ വേണം ഇവരെ വളർത്താനായിട്ട്. അപ്പോൾ നല്ല വൃത്തിയായിട്ടിരിക്കും. പിന്നെ ഇവർക്ക് മെയിനായിട്ട് വെജിറ്റേറിയൻസ് ആണ്. ധാന്യങ്ങളാണ് മെയിനായിട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്നത്. ഇവരിപ്പം ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണ്? ഏറ്റവും ഇഷ്ടപ്പെട്ട ഞാൻ നോക്കിയിട്ട് ഗോതമ്പാണ്. ഗോതമ്പാണല്ലേ? ഗോതമ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പിന്നെ സീഡ് മിക്സ് ഒക്കെയാണ് കൊടുക്കാറ്. എല്ലാ ധാന്യങ്ങളും മിക്സ് ചെയ്ത് കൊടുക്കും. ഇതെങ്ങനെ അറ്റാക്ക് ചെയ്യാൻ എന്തെങ്കിലും പ്രവണതയുണ്ടോ? ഇല്ല. ഒരു മെയിനായിട്ട് ബ്രീഡിങ്ങിന്റെ ടൈമിന് മാത്രം ചെറിയൊരു അറ്റാക്കിംഗ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം വേദന എടുക്കില്ല, ജസ്റ്റ് നമ്മൾ കയ്യിൽ ഇങ്ങനെ പിടിച്ച് കടിക്കും, അത്രേ ഉള്ളൂ. ചിലർ പറയാറുണ്ട് ഇത് ഓടിച്ചിട്ട് കടിക്കും, പക്ഷെ ഞാനിപ്പോൾ വർഷങ്ങളായിട്ട് വളർത്തുന്നതാണ്. എന്നെ ഇതുവരെ ഒരെണ്ണം പോലും അങ്ങനെ അറ്റാക്ക് ചെയ്ത്. അപ്പോൾ ഇത്ര എണ്ണം കൂടുതൽ വളർത്തുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് അങ്ങനെ എന്തെങ്കിലും? ഒരു കുഴപ്പമില്ല. കാരണം ഇത് നമുക്ക് താറാവിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഇവർക്ക് താറാവിൻ്റെ ഒരു 3 താറാവ് കഴിക്കുന്ന ഫുഡ് ഉണ്ടെങ്കിൽ ഇവരെ ഒരു 10 എണ്ണത്തിനെ വളർത്താം. ഒരു താറാവിൻ്റെ 3-1 ഫുഡ് മതി ഇവർക്ക്. കാരണം ഇവരുടെ മെയിൻ ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇലകളും മറ്റ് പുറത്തുനിന്നുള്ള അങ്ങനെയുള്ള ഇലകളും കല്ല് അങ്ങനെയുള്ള കുറേ സാധനങ്ങളൊക്കെ പറക്കി തിന്നവർ, അതൊക്കെയാണ്. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വാഴ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കൊത്തി നശിച്ചു കളയും. കൊടുക്കാൻ അവൈലബിൾ ആണോ? ഇവിടെ കുറച്ച് പേരുകളുണ്ട് കൊടുത്തു. ഇനിയിപ്പോൾ ഒരു 2-3 പേരും കൂടെ ഉണ്ടാവുമല്ലോ. ഞാൻ മെയിനായിട്ട് ബ്രീഡിങ്ങിന് വേണ്ടിയിട്ടാണ് ഇവിടെ കുഞ്ഞുങ്ങളെ മെയിനായിട്ട് കൊടുക്കാറുള്ളത്. പക്ഷെ മെയിൽ എക്സ്ട്രാ വരുമ്പോൾ അങ്ങനെ ഒരു മെയിലും ഫീമെയിലായിട്ട് പെയർ ചെയ്ത് കൊടുക്കാറുണ്ട്. കുട്ടികൾക്ക് നല്ല ആവശ്യക്കാരുണ്ട്. കാരണം കുട്ടികളുടെ എണ്ണം വളരെ കുറവായിരിക്കും, അതുകൊണ്ട് തന്നെ ഒരുപാട് ആവശ്യക്കാരുണ്ട്. മെയിനായിട്ട് അലങ്കാരത്തിന് വേണ്ടിയിട്ടാണ് വളർത്തുന്നത്. ഇവരെ ഭക്ഷണത്തിനായിട്ട് ആരും ഉപയോഗിക്കാറില്ല. ഞാനിവിടെ വളർത്തുന്ന ഒരു സാധനത്തിന് അങ്ങനെ ഭക്ഷണത്തിനായിട്ട് കൊടുക്കാറില്ല. നമ്മൾ ചെറുപ്പം പോലെ ഇവരെ വളർത്തുവാണെങ്കിൽ നന്നായിട്ടാണ്. നല്ല ബുദ്ധിശക്തി ഉണ്ട് ഇവർക്ക്. നമ്മളെ പെട്ടെന്ന് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ വരും. പിന്നെ ഇവർ ആരെങ്കിലുമൊക്കെ വരുമ്പോൾ കൂട്ടായിട്ട് ഒച്ച ഉണ്ടാക്കും. അപ്പോൾ നമുക്കറിയാം വീട്ടിൽ ആരെങ്കിലും വന്നിട്ടുണ്ടോ. പിന്നെ വേറൊരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ നടക്കുന്നതുകൊണ്ട് പാമ്പുകൾ മറ്റു ജീവികളൊന്നും വരില്ല എന്നാണ് പറയുന്നത്. പിന്നെ പലർക്കും ഉള്ളൊരു ഡൗട്ടാണ് ഇത് അരയന്നാണോ? അരയന്നം വേറെയാണ്. അരയന്നത്തിന് സ്വാൻ എന്നാണ് പറയുന്നത്. ഇത് ഗൂസാണ്. സ്വാൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല വിലയാണ്. മെയിനായിട്ട് ഒരു പെയറിന് ഏകദേശം 1 ലക്ഷം രൂപയോളം വിലയുണ്ടല്ലേ? പലർക്കുള്ള ഒരു ഡൗട്ടായിരുന്നു അത്. ഇതൊന്നും അതും സെയിം ആണോ? സ്വാൻ ബ്രീഡ് ചെയ്യുന്ന ആരും തന്നെ ഇല്ല നമ്മുടെ എൻ്റെ അറിവിൽ. അടുത്തിലോട്ട് പോയല്ലോ. ഭയങ്കര സ്നേഹം. വളരെ സ്നേഹമുള്ളതിനാണ് പറയുന്നത്. അല്ല അവർക്കൊക്കെ സ്ഥിരം എടുക്കുന്ന പോലെ ഇത് പുതിയ ഇത് അലിഗേറ്റർ ഗാർഫിഷ് ആണിത്. നമ്മളായിട്ട് ടേംഡ് ആണ്. സാധാരണ രീതിയിൽ ഇവരങ്ങനെ ടേംഡ് ആവാറില്ല. ഇപ്പൊ ഞാൻ പൊതുവെ കേട്ടിട്ടുണ്ട് ഇത് ഭയങ്കരമായിട്ട് അറ്റാക്ക് ചെയ്യുന്ന ഒരു ഫിഷ് ആണെന്ന് കേട്ടിട്ടുണ്ട്. അതെ, ഇത് നന്നായിട്ട് അറ്റാക്ക് ചെയ്യും. പക്ഷെ ഇതുണ്ടോ, എന്നെ ഇതുവരെ കടിച്ചിട്ടില്ല. അതുകൊണ്ടോ എന്റെ അടുത്തേക്ക് ഓടി വരും. ഇതുണ്ടോ, ഇതുണ്ടോ, ഞാൻ ചെറുപ്പം പോലെ ഇവരെ വളർത്തുന്നോണ്ടാണ്. ആണല്ലോ. ഓക്കെ. എന്നാലും ഇതിനൊക്കെ ടൈം ചെയ്തെടുക്കണമെങ്കിൽ അത്യാവശ്യം എന്താ പറയണേ, അല്ല നമ്മൾ ഏത് ജീവിനെയായാലും ചെറുപ്പം പോലെ എടുത്ത് നമ്മളെ ആയിട്ട്
സ്ഥിരം നമ്മൾ എന്തോരം സമയം ചെലവഴിക്കുന്നു അതാണ് അവർ നമ്മളൊരു ടേംഡ് ആകുന്നു. ഓക്കെ ഓക്കെ. ഇവര് നല്ല ബൈറ്റ് ഫോഴ്സ് ഉണ്ടെന്നാണ് കേട്ടേക്കുന്നത്. കടിച്ചു കഴിഞ്ഞാൽ കടി വിടില്ല അല്ലേ? നല്ല കൈ വിരൽ നന്നായിട്ട് മുറിയും കൈ. ഏകദേശം എത്ര കിലോ ഉണ്ടാവും ഇതിപ്പോ? ഇത് ഏറ്റവും വലിപ്പമുള്ളത് പിടിച്ചേക്കുന്നത് റെക്കോർഡ് 140 കിലോയാണ്. 140 കിലോ വരെ തൂക്കം വയ്ക്കും. അതായത് ശുദ്ധജലത്തിൽ വളരുന്ന ഏറ്റവും വലിപ്പമുള്ള രണ്ടാമത്തെ മൂന്നാമത്തെ ഫിഷാണ്. ഓക്കെ ഓക്കെ. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് നിൽക്കുന്ന അരാപ്പൈമയുണ്ട്, അതുപോലെ തന്നെ വേറെ ഒരു മീനും ഉണ്ട് അതിന്റെ ഒപ്പം വരുന്നതാണിത്. അരാപ്പൈമ 220-250 കിലോയോളം വലിപ്പം വയ്ക്കുന്നു. ഇവര് 2-3 ടൈപ്പ് ഉണ്ട്. ഇതിപ്പോ സ്പോട്ടഡ് അലിഗേറ്റർ ഗാർഫിഷ് ആണ്. വൈറ്റ് ഉണ്ട്. വൈറ്റിന് നല്ല റേറ്റ് ആണ്. വൈറ്റ് ഒരു എങ്ങനെ കാണാറില്ല. ഇവര് മെയിനായിട്ട് ലൈവ് ഫുഡാണ് കഴിക്കുന്നത്, മറ്റു മീനുകളെ കഴിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ അകത്ത് എല്ലാവരും ഒരു അത്ഭുതം തോന്നും, കാരണം മറ്റ് ഗപ്പികളൊക്കെ ഇതിന്റെ കൂടെ നടക്കുന്നുണ്ട്. ചെറുപ്പം മുതൽ നമ്മൾ അങ്ങനെ പഠിപ്പിച്ചു, എന്തുകൊണ്ടോ ഇവര് വേറെ മീനുകളെ അറ്റാക്ക് ചെയ്യുന്നില്ല. അതിൻ്റെ അകത്ത് ഗപ്പി, ഗപ്പി, പ്ലാറ്റി അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നടക്കുന്നത് കാണാം അല്ലേ? ഞാനിപ്പോ അതിൻ്റെ അകത്ത് വെള്ളം കുറച്ചിട്ടേക്കുന്നതാണ്. ഇപ്പൊ ഈ മഴക്കാലം ആയതുകൊണ്ട് ചില ഫംഗസിന്റെ പ്രോബ്ലംസ് ഒക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് കിടക്കുന്ന ഗപ്പിക്ക് ചെറിയൊരു ഫംഗസിന്റെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് വെള്ളം കുറച്ചിട്ടിട്ട് അതില് മെത്തലിൻ ബ്ലൂ എന്ന് പറഞ്ഞൊരു മരുന്ന് ഒഴിച്ചു കൊടുത്താണ്. ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടിയിട്ടേക്കുന്നതാണ്. മഴക്കാലത്ത് പൊതുവെ എല്ലാ മീനുകൾക്കും പല പ്രശ്നങ്ങളും വരാറുണ്ടല്ലോ, അതുകൊണ്ടാണ് വെള്ളം വളരെ കുറച്ചിട്ടേക്കുന്നത്. അല്ലെങ്കിൽ വെള്ളം ഈ റേഞ്ച് വരെ വെള്ളം ഉണ്ടാവും. ഇതെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നമ്മുടെ ഏറ്റവും ഫേവറേറ്റ് പെറ്റാണ്. നമ്മുടെ റൂമിൽ തന്നെയാണ് വെച്ചേക്കുന്നത്. ആഫ്രിക്കൻ ഗ്രേ പാറ്റാണ്, ജിംബ്രൂ എന്നാണ് എൻ്റെ പേര്. കുറച്ച് നാളായിട്ടുള്ളൂ നമ്മുടെ കൂടെ വന്നിട്ട്. നമ്മളായിട്ട് അത്യാവശ്യം ഇപ്പോൾ ടൈമിലായി. ഏറ്റവും ബുദ്ധിശക്തിയും ഏറ്റവും കൂടുതൽ സംസാരിക്കുകയും ചെയ്യുന്ന ഒരു കത്താളുകളാണ് ആഫ്രിക്കൻ ഗ്രേ പാറ്റ്. ഞാൻ കേട്ടിട്ടുണ്ട് ഏകദേശം 10-256 വാക്കുകൾ സംസാരിക്കുന്നു കേട്ടിട്ടുണ്ട്. നന്നായിട്ട് സംസാരിക്കും. ഇപ്പൊ തന്നെ ഏകദേശം 1 വയസ്സോളം പ്രായമുണ്ട് ഇവന്. അപ്പോൾ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മളിങ്ങനെ ക്യാമറയൊക്കെ കാണുമ്പോൾ സംസാരിക്കില്ല. പേടിയാണ്. ബുദ്ധിയുള്ളതോട് തന്നെ ഭയങ്കര പേടിയുള്ളൊരു ഇതാണ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. ഇതേപോലെയുള്ള നല്ല നല്ല വീഡിയോസുകളായി ഇനിയും വരുന്നതായിരിക്കും.